അരുണാചൽ പ്രദേശിനെതിരായ ചൈനീസ് നീക്കങ്ങൾക്ക് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ അരുണാചൽ പ്രദേശ്, ആസം പോലുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുരി ഇടനാഴിയിൽ ഇന്ത്യ സൈനിക ബലം ശക്തിപ്പെടുത്തിയതോടെ വേറിട്ട ഒരു പ്രതിഷേധവുമായിട്ടാണ് ചൈന കഴിഞ്ഞ ദിവസം വന്നത്. എന്നും അരുണാചൽ പ്രദേശ് ഒരു വീക്ക്നെസ് ആയിരുന്ന ചൈനയ്ക്ക് ഇതോടെ സൈനിക നീക്കം കൊണ്ട് അരുണാചൽ പിടിച്ചെടുക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ഒരു അരുണാചൽ പ്രദേശ് സ്വദേശിനിയായ ഇന്ത്യക്കാരിയെ അരുണാചൽ പ്രദേശോ അരുണാചൽ പ്രദേശ് അതൊക്കെ ചൈനയുടെ ഭാഗമാണ്, നീ ചൈനീസ് പാസ്പോർട്ട് കാണിക്കുക എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളമാണ് ചൈന അവരെ തടഞ്ഞു വെച്ചത്. ഇപ്പോഴിതാ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ചൈനയ്ക്ക് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. അരുണാചൽ പ്രദേശ് എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരിക്കുമെന്നും അത് ഏത് ശക്തി വിചാരിച്ചാലും അന്യാധീനപ്പെട്ടു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഈ പ്രദേശത്തിന്മേലുള്ള ചൈനയുടെ എല്ലാ അവകാശവാദങ്ങളെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ വനിതയെ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ ട്രാൻസിറ്റ് സമയത്ത് ചൈന തടഞ്ഞതിനെ അദ്ദേഹം അപലപിക്കുകയും ഈ തടങ്കൽ അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സാധുവായ പാസ്പോർട്ടോടുകൂടി ചൈനയിൽ നിന്ന് ജപ്പാനിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന ഈ വനിതയുടെ യാത്രാരേഖകൾ അവരുടെ ജന്മസ്ഥലം അരുണാചൽ പ്രദേശ് ആണെന്ന ഒറ്റ കാരണത്താലാണ് ചൈനീസ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അസാധുവാക്കിയത്. കൂടാതെ അവരോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തു. എന്നാൽ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് സ്ത്രീയല്ല പറയേണ്ടത്, നമ്മളാണ് എന്ന വിചിത്രവാദവുമായിട്ടാണ് ഇപ്പോൾ ചൈന വന്നിരിക്കുന്നത്. സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല, നിയമപ്രകാരമുള്ള നടപടികൾ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. അരുണാചൽ പ്രദേശിന്മേലുള്ള ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്കിടയിലാണ് ഈ നയതന്ത്രപരമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ പ്രദേശത്തെ പട്ടണങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ, മറ്റ് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്നിവയ്ക്ക് ചൈനീസ് പേരുകളുടെ പട്ടിക ബീജിംഗ് മുമ്പ് പുറത്തിറക്കിയിരുന്നു. ഈ നീക്കത്തെ ന്യൂഡൽഹി അടിസ്ഥാനമില്ലാത്ത അസംബന്ധം എന്ന് പറഞ്ഞ് പലതവണ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള പേരുമാറ്റങ്ങളോ അവകാശവാദങ്ങളോ അരുണാചൽ പ്രദേശിന്റെ മേലുള്ള ഇന്ത്യയുടെ പരമാധികാരത്തെ ഒരിക്കലും മാറ്റില്ല എന്ന് ഇന്ത്യ സ്ഥിരമായി നിലപാടെടുക്കുന്നു. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ പറ്റിയുള്ള വ്യാജ പ്രചാരണങ്ങൾ, പേരുമാറ്റലുകൾ, ഭീഷണിപ്പെടുത്തലുകൾ ഇതൊന്നും തന്നെ ലോകം അംഗീകരിച്ച ഇന്ത്യ മാപ്പിനെ തിരുത്തി എഴുതാൻ കഴിയില്ല. അത് ചൈന അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അരുണാചൽ പ്രദേശ് ഇന്ത്യയുടേതായി തന്നെ തുടരും. അതിനെ ഇല്ലാതാക്കാനുള്ള ഏത് ശ്രമത്തെയും ശക്തമായ പ്രതിരോധം കൊണ്ട് നേരിടും. അത് നയതന്ത്രപരമാണെങ്കിൽ അങ്ങനെ, സൈനികമാണെങ്കിൽ അങ്ങനെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.